ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരു മലയാളം സിനിമയെ സംബന്ധിച്ച് കേരള ബോക്സ് ഓഫീസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആണല്ലോ ഓവർസീസ് മാർക്കറ്റ്. വിദേശ രാജ്യത്തെ കളക്ഷൻ ഏതൊരു മലയാളം സിനിമയ്ക്കും വളരെ പ്രധാനപ്പെട്ട കളക്ഷനാണ്. ആ വിദേശ രാജ്യ കളക്ഷനിൽ നമ്മുടെ മലയാളത്തിൽ നിന്നും 2 സിനിമകളാണ് ഈ വർഷം വളരെയധികം മികച്ച കളക്ഷനുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. പ്രേമലു ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും വൻ തരംഗമായിട്ട് ഇപ്പോഴും അവിടെ വിദേശ രാജ്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 സിനിമകളുടെ ഓവർസീസ് കളക്ഷൻ എന്നതിലുപരി നമ്മുടെ മോളിവുഡിൽ നിന്നും ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകൾ ഏറ്റവും കൂടുതൽ ഓവർസീസ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വൈകാതെ തന്നെ ആ ലിസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇൻഡസ്ട്രി വിജയ നേട്ടം കൈവരിച്ച മലയാളം സിനിമയെ 2018 നിലവിൽ 1-ാം സ്ഥാനത്ത്. $8.26 മില്യൺ ആയിരുന്നു സിനിമയുടെ ഫൈനൽ ഓവർസീസ് കളക്ഷൻ. 2-ാം സ്ഥാനത്താണ് മഞ്ഞുമൽ ബോയ്സ്. നിലവിൽ $8.07 മില്യൺ ആണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ. 2018 സിനിമ ഫൈനൽ റണ്ണിൽ മറികടക്കുമോ എന്നാണ് നിലവിൽ നാം ഉറ്റുനോക്കുന്നത്. 3-ാം സ്ഥാനത്ത് ലൂസിഫർ ആണ്. ലാലേട്ടൻ നായകനെ എത്തിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ $7.17 മില്യൺ ആണ് ഓവർസീസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. 4-ാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. അത് പുലിമുരുകൻ എന്ന സിനിമയാണ്. $5.78 മില്യൺ ആയിരുന്നു 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ കളക്ഷൻ. 5-ാം സ്ഥാനത്താണ് ഇപ്പോഴത്തെ പ്രേമലു എന്ന സിനിമ ഇടം പിടിച്ചിരിക്കുന്നത്. $4.89 മില്യൺ ആണ് സിനിമയുടെ നിലവിലെ കളക്ഷൻ. $5 മില്യൺ ഫൈനലായിട്ട് എത്തപ്പെടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഭീഷ്മയ്ക്ക് മുകളിൽ 5-ാം സ്ഥാനം പ്രേമലു നിലവിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 6-ാം സ്ഥാനത്തുള്ള മമ്മൂട്ടി ചിത്രം ഭീഷ്മപൂർവം എന്ന സിനിമയുടെ ഫൈനൽ ഓവർസീസ് കളക്ഷൻ $4.7 മില്യൺ ആയിരുന്നു. 7-ാം സ്ഥാനത്തുള്ള കുറുപ്പ് എന്ന 2021 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ $4.38 മില്യൺ ആയിരുന്നു ഓവർസീസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. 8-ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ ഏറെ പഴക്കമുള്ള, അതായത് പുലിമുരുകനേക്കാളും പഴക്കമുള്ള സിനിമയാണ്. അത് പ്രേമം എന്ന സിനിമയാണ്. $4.22 മില്യൺ ആയിരുന്നു സിനിമയുടെ ഫൈനൽ ഓവർസീസ് 2015 കളക്ഷൻ. 9-ാം സ്ഥാനത്ത് മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ ഓവർസീസ് കളക്ഷൻ $4.11 മില്യൺ ആണ്. 10-ാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. അത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് റിലീസ് സിനിമ നേരാണ്. ചിത്രത്തിന്റെ ഫൈനൽ ഓവർസീസ് കളക്ഷൻ $3.90 മില്യൺ ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യ കളക്ഷൻ നേടിയെടുത്ത 10 മലയാളം സിനിമകളുടെ ലിസ്റ്റ്. എന്തായാലും ഇനി ഈ ലിസ്റ്റിൽ മഞ്ഞുമൽ ബോയ്സ് 2018 കളക്ഷൻ മറികടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നിലവിൽ അതിനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഫൈനൽ ഓവർസീസ് മഞ്ഞുമൽ ബോയ്സ് കളക്ഷൻ അറിയാനായിട്ട്. കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.